സുഖമില്ലേ? ഞാൻ വീൽ ചെയറിൽ വന്നപ്പോ നിനക്ക് വിഷമം തോന്നിയോ? സങ്കടായോ? സാരല്ല കേട്ടോ, എനിക്കിപ്പോ ദേ കുഴപ്പമൊന്നുമില്ല. ദേ ചങ്ങാതി, അഖില മാഡത്തിന്റെ അവാർഡ് ഫംഗ്ഷനാ വരണേ. വല്യ കുഞ്ഞു വാങ്ങിത്തന്ന സാരി ഉടുത്തോണ്ടാ ഞാൻ ഫംഗ്ഷന് പോണേ. ഞാൻ ആ സാരി ഉടുത്തോണ്ട് നിന്റെ മുന്നിൽ വരും, നിന്നെ കാണിക്കാൻ. ഓരോ ഫംഗ്ഷൻ നടക്കുമ്പോഴും ഓരോരോ പ്രശ്നങ്ങളാ. ഈ ഫംഗ്ഷനെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ടിരുന്നാ മതിയായിരുന്നു. നിന്നെ കണികണ്ട് വേണം എനിക്ക് ഫംഗ്ഷന് പോവാൻ. ഞാൻ വരുമ്പോ നീ നിറയെ പൂക്കളുമായി നിന്നേക്കണം. അതെ, മറക്കരുത്. പിന്നെ കിന്നാരം പറഞ്ഞു നിൽക്കാൻ തീരെ സമയമില്ല, കൊറേ ജോലിയുണ്ട്. അതുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാം. ഹായ് ഹായ് ഹായ്, ഇതേ ജയന്തി. ഹായ് ഹായ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സരോവർ പുരസ്കാരം നേടിയ ഞങ്ങളുടെ അമ്മയെ അനുമോദിക്കാനും ആശീർവദിക്കാനും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും തൃച്ചംബരം കുടുംബത്തിന്റെ പേരിലും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഇന്ന് ഈ ഫംഗ്ഷന്റെ വിശിഷ്ട സാന്നിധ്യമായ ഞങ്ങളുടെ അമ്മ കുറച്ച് സമയത്തിനകം എത്തിച്ചേരുന്നതായിരിക്കും. അമ്മയ്ക്കായിട്ട് യാതൊരു ഗിഫ്റ്റും കൊണ്ടുവരരുതെന്ന് അഭ്യർത്ഥിച്ചതാണ് ഞങ്ങൾ. പക്ഷെ നിങ്ങളുടെയൊക്കെ കയ്യില് ഗിഫ്റ്റുകളും പൂച്ചെണ്ടുകളും ഒക്കെ ഇരിക്കുന്നത് എനിക്ക് നന്നായിട്ട് കാണാം. ആരെയും വിഷമിപ്പിക്കുന്നില്ല. നിങ്ങൾ അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഗിഫ്റ്റുകളും പൂച്ചെണ്ടുകളും ഒക്കെ അമ്മയ്ക്ക് വേണ്ടി തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനും എന്റെ ബ്രോയോ ആയ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD ആനന്ദ് കൃഷ്ണനും കമ്പനി ബ്രാൻഡ് അംബാസഡർ കല്യാണിദാസും കൂടി ചേർന്ന് സ്വീകരിക്കുന്നതാണ്.
അപ്പൊ ഞാൻ മതി, പ്രസംഗത്തിന്റെ സമയം കഴിഞ്ഞു. ഇനി അവര് ഗിഫ്റ്റ് സ്വീകരിച്ചോളൂ. നമുക്ക് താഴെ പോയി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. എനിക്ക് കുറച്ചുകൂടി പറയാനുണ്ട്. വേണ്ട. എന്നാ ശരി. അതെ, നിങ്ങൾ എന്നാ കാറ്ററിംഗുകാരെയൊക്കെ ഒന്ന് ഒരുക്കും. ഞാൻ ആ ഫോട്ടോഗ്രാഫറെ നോക്കാം. അല്ലെങ്കിൽ അവർ ഓവർ ബിൽഡപ്പ് കൊടുത്തിട്ട് കൊളാക്കും. ഓ ശരി. ബ്രോ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഏട്ടത്തി, ഓൾ ദി ബെസ്റ്റ്. അപ്പോ ഓൾ ദി ബെസ്റ്റ് മച്ചു. താങ്ക്സ് ഡാ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ കൊണ്ടിരിക്കട്ടെ. ശരി. ഹലോ, എന്തൊക്കെയുണ്ട് പിന്നെ? ഫൈൻ. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാനേ തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വരാം. അവിടെ ഇരിക്കടി. അവക്ക് തിന്നോളാൻ വയ്യ. മനുഷ്യൻ ഇവിടെ ആ വേദിയിൽ നടക്കുന്നത് അഖിലയ്ക്ക് അവാർഡ് കിട്ടിയ ഫംഗ്ഷൻ ആണോ അതോ ആനന്ദിന്റെയും അടുക്കളക്കാരിയുടെയും കല്യാണ റിസപ്ഷൻ ആണോ എന്ന് അറിയാൻ വയ്യാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ. ആന്റി, എനിക്ക് നല്ല വിശപ്പുണ്ട്, അതാ. വായ അടയ്ക്കടി. ദേ, ഇനി ഒരു വാക്ക് മിണ്ടിയ നിന്റെ പല്ലടിച്ച് താഴെ ഇടിഞ്ഞ. ഗംഗേ, ആ വേദിയിൽ ആനന്ദിനൊപ്പം നിൽക്കേണ്ടത് അടുക്കളക്കാരിയല്ല, നീയാ. ചെല്ല്, നീ പോയി അവന്റെ അടുത്ത് നിൽക്ക. ഹായ്. അതെ ഗംഗെ, ആന്റി പറഞ്ഞതാ കറക്റ്റ്. നീ പോയി ആനന്ദേട്ടന്റെ അരികിൽ നിക്കേ. ചെല്ല്. ചെല്ല്. ശരി, പോകാം. അടുത്ത് പോയി നിക്കേ. നീങ്ങ. ഹലോ, എന്താ ഗംഗേ, നീ ഫംഗ്ഷനിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണോ? ഹലോ, നിങ്ങൾ എവിടെന്നാ വിളിക്കുന്നത്? ഞാനും ഈ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിൽ തന്നെയുണ്ട്. ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലുണ്ടെന്നോ? എവിടെ? എന്നെ അത്ര ഈസി ആയിട്ടങ്ങ് കണ്ടുപിടിക്കാമെന്ന് കരുതണ്ട നീ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്കെന്താ വേണ്ടതെന്ന് ഞാൻ വഴിയെ പറയാം. ഫംഗ്ഷൻ ഇടയ്ക്ക് വിളിക്കാം ഞാൻ. വേണ്ട, ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വിളിച്ചാ മതി. ഞാൻ എപ്പോ വിളിക്കണം എപ്പോ വിളിക്കണ്ട എന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ വിളിക്കുമ്പോൾ നീ ഫോൺ എടുത്തിരിക്കണം. അല്ലെങ്കിൽ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ ആരാണെന്നും എന്താണെന്നും തെളിയിക്കുന്ന രേഖകൾ അഖില മേഡത്തിന്റെയോ ആനന്ദിന്റെയോ കൈകളിൽ എത്തിയിരിക്കും. വേണ്ട, ഞാൻ കോൾ അറ്റൻഡ് ചെയ്തോളാം.
ഗുഡ്. ഇപ്പൊ ഫോൺ വെച്ചേക്ക്. Hi, congratulations, Anand. Thank you. How is everything? Fine. Going well. Where is Agla, madam? When she will come? We are expecting her anytime. Oh, okay. Are you brand ambassador, Kalyani Das? ആ Where is your father and brother? Are they fine? ഓ ഇംഗ്ലീഷ് മനസ്സിലാവാതെ തകർന്ന് നിൽക്കാണല്ലേ നീ. ഇപ്പൊ ഞാൻ എങ്ങനെ സംസാരിക്കുന്നൊന്ന് കാണിച്ചു തരാം. ഉം? ഹായ്. Hi. How are you? Fine. Are you Ganga? I heard Anand is going to marry you, right? Yes, I am. She's poor in English. Oh, she's from a I see. rural area. Please be seated. Okay, bye. See you. ഹലോ. എന്താ ഗംഗേ, ഇംഗ്ലീഷ് സംസാരിച്ചാൽ നീ അമേരിക്കൻ പ്രസിഡന്റ് ആകുമെന്ന് കരുതിയോ? നിങ്ങൾ എവിടാ? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്റെ കയ്യെത്തും ദൂരത്ത് അദൃശ്യ സാന്നിധ്യമായിട്ട് ഞാൻ ഉണ്ടെന്ന്. ആനന്ദ് ഇവിടെ ഉണ്ട്. ഇനി അരവിന്ദോ സുബ്രോ എങ്ങാനോ ആണോ? ഇവരെ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും? ഹലോ. ജ്യൂസ്. ജയന്തി, ആന്റി. നീ ഗംഗയോട് പോയി ആനന്ദിന്റെ അടുത്ത് നിൽക്കാൻ പറ. ആ ശരി ആന്റി. ഞാൻ പറഞ്ഞില്ലേ കല്യാണി, ഇത് നമ്മുടെ മാരേജ് ഫംഗ്ഷൻ ആക്കുമെന്ന്. നീ ചുമ്മാ പേടിക്കണ്ട, ഞാനില്ലേ. ശരിയാക്കി തരാവേ. ആന്റി, ആനന്ദിന്റെ അടുത്ത് തന്നെ നിൽക്കാൻ ഗംഗയോട് പറഞ്ഞു നീ? ഇല്ല ആന്റി. പിന്നെ എന്തിനാടി നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ? ആന്റി, ഞാൻ അവിടെ ചെന്നപ്പോ ആനന്ദേട്ടൻ കല്യാണിയോട് പറയാ ഇത് ആനന്ദേട്ടന്റെയും അടുക്കളക്കാരിയുടെയും കല്യാണ റിസപ്ഷൻ ആണെന്ന്. അങ്ങനെ പറഞ്ഞോ? ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെയാ കാര്യങ്ങളുടെ പോക്ക്. കാണിച്ചു തരാൻ ഞാൻ. ആ ഗംഗേ, ഇങ്ങോട്ട് വന്നേ. വാ. ഗംഗെ, ഫോൺ വെക്കേ. ഫോണൊക്കെ പിന്നെ വിളിക്കാം. ആന്റി, കുറച്ചു നേരമായല്ലോ. നീ ആരോടാ ഈ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നെ? ആന്റി, ആ ബ്ലാക്ക് മെയിലറാ. അയാൾ ഇവിടെ എവിടെയോ ഒളിഞ്ഞു നിന്നെ ഫോൺ വിളിച്ച് വരട്ടെ. ബ്ലാക്ക് മെയിലറോ? അതെ ആന്റി, ആ കാര്യം ഞാൻ പ്രിയങ്കയെ വിളിച്ച് പറയായിരുന്നു. ബ്ലാക്ക് മെയിലർ ഇവിടെ വന്നിട്ടുണ്ടോ? അവൻ എവിടെ ഒളിച്ചാലും ഞാൻ കണ്ടുപിടിച്ചു തരാം. നീ അവന്റെ അടയാളം പറഞ്ഞു തന്നാ മതി. ആ അത് പോട്ടെ, പ്രിയങ്ക ഇങ്ങോട്ട് എത്താറായോ? ഏകദേശം എത്താറായി.
ആ, രണ്ടെണ്ണത്തിന്റെ നിൽപ്പും ഭാവവും കണ്ടിട്ട് ഹുഫ്, അടിമുടി പെരുത്ത് കേറുന്നു എനിക്ക്. ഇത് അഖിലയുടെ പാർട്ടിയോ അതോ ആ അടുക്കളക്കാരിയുടെ അവന്റെ മാരേജ് ഫംഗ്ഷനോ? അഖില വരുന്നത് വരെ നീ ആനന്ദിന്റെ അടുത്ത് തന്നെ നിൽക്ക്, ഒരിടത്തേക്ക് മാറരുത്. ചെല്ലേ. സോറി ആന്റി, ആ ബ്ലാക്ക് മെയിലറുടെ കോള് വന്നതുകൊണ്ടാ ഞാൻ ആനന്ദിന്റെ അരികിൽ തന്നെ നിൽക്കാം. ശരി, ചെല്ലേ. ഹായ്. കൺഗ്രാറ്റ്സ്. ഓ താങ്ക്സ്. നിങ്ങൾ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓ നിങ്ങൾ രണ്ടുപേരും അത്രയ്ക്ക് സ്യൂട്ട് ആയിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു. താങ്ക്സ്. Stop it! Anand, what's going on here? Ganga! ആന്റി, നീ അവിടെ എന്ത് ചെയ്യാ? പോയി അവിടെ ചെന്ന് നിൽക്ക് ആനന്ദിന്റെ അടുത്ത്. കല്യാണി, മാഡം, മാറി നിൽക്ക് ആനന്ദിന്റെ അരികിൽ നിന്ന്. ചെല്ല്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ശരി. നീ ഇവിടെ തന്നെ നിൽക്കണം. നമസ്കാരം മാഡം. താങ്ക് യു.